അപ്പം ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം കാണിച്ചു തരാം. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ വെയിൽ ജെറ്റ് സീബ്രയുടെ മുട്ടകൾ ഈ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ആവുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഡേ 1 ആണ്. അപ്പോൾ സീബ്രാസ് എല്ലാം മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുട്ടയിട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലിപ്പാണിത്. ഇതാണ് സീബ്രയുടെ മുട്ടകൾ. ഇവരെ മുട്ടകളെ കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ചെറിയൊരു ഗ്ലാസ് ഗ്രീനിഷ് ബോൾസ് പോലെയാണ് ഇവന്മാരെ മുട്ടകൾ ഇരിക്കുന്നത്. അപ്പം ഈ ടാങ്കിൻ്റെ അടിഭാഗത്ത് നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ മുട്ടകളെല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. 100 കണക്കിന് മുട്ടകളാണ് ഈ ടാങ്കിൻ്റെ ബോട്ടത്തിൽ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നത്. അപ്പോൾ ഡേ 2 ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡേ 2-ൽ മുട്ടയുടെ കളറെല്ലാം ചെറുതായിട്ട് മാറുന്നുണ്ട്. കുറച്ച് മുട്ടകളെല്ലാം വെള്ള കളറിലോട്ട് മാറിയിട്ടുണ്ട്. ഈ വെള്ള കളറിലോട്ട് മാറിയ മുട്ടകളൊന്നും വിരിയത്തില്ല, കാരണം ഇത് ഫെർട്ടിലൈസ് ആവാത്ത മുട്ടയാണ്. ബാക്കി മുട്ടകളെല്ലാം ചെറുതായിട്ട് ഗ്രീനിഷ് ഷെയ്ഡ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. കുറച്ച് മുട്ടകളെല്ലാം അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ അനങ്ങുന്നതെല്ലാം കുഞ്ഞുങ്ങൾ വെളിയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതാണ്. കുറച്ച് കുഞ്ഞുങ്ങൾ ആൾറെഡി വെളിയിൽ വന്നിട്ടുണ്ട്. അതായത് ആദ്യം ഇട്ട മുട്ടകളിൽ നിന്ന് വിരിഞ്ഞതെല്ലാം കുറച്ച് കുഞ്ഞുങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ട്. അവന്മാർ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുക, എന്നിട്ട് മാത്രമേ ഫ്രീസിം ആവത്തുള്ളൂ. ഈ പറ്റി പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ അടുത്ത ദിവസം ഫ്രീസിം ആവും. അത് നമുക്ക് ഡേ 3-ൽ കാണാം. അപ്പം നമ്മൾ ഡേ 3-ലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഒരുപാട് കുഞ്ഞുങ്ങളെല്ലാം മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പം ഏതാണ്ട് ഒരു പകുതി കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തന്നെ അതാ ഇത്ര മാത്രമാണ് സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത്. കുറച്ച് കുഞ്ഞുങ്ങളെല്ലാം ഫ്രീസിം ആയിട്ടുണ്ട്. ഫ്രീസിം ആയതൊക്കെ ഞാൻ ഇന്നലെ ഡേ 2-ൽ സൈഡിൽ പറ്റി പിടിച്ചിരുന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പം എന്താ ഫ്രീസിം ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡേ 4. ഡേ 4-ൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഏതാണ്ട് എല്ലാം വിരിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട ടാങ്ക് നിറയെ വെയിൽ ജെറ്റ് സീബ്രയുടെ കുഞ്ഞുങ്ങളാണ്. അപ്പം ഇപ്പം തന്നെ ആ ഒരു ഗ്രീനിഷ് കളറ്, അവരുടെ പേരൻസിൻ്റെ ആ ഗ്രീനിഷ് കളറ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴേ ഉണ്ട്. അടുത്ത ദിവസം ആകുമ്പം എല്ലാ കുഞ്ഞുങ്ങളും ഫ്രീസിം ആവും. അപ്പോൾ ഇതാണ് ഡേ 5. എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞിട്ടുണ്ട്, ഫുള്ള് ഫ്രീസിം ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട ദിവസമാണിത്. അപ്പം ഞാൻ ആദ്യത്തെ സ്റ്റേജിൽ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡുകൾ ഇൻഫ്ലോസോറിയ എല്ലാവർക്കും അറിയുന്നുള്ള സാധനമായിരിക്കും. ഇൻഫ്ലോസോറിയ വളരെ നല്ലൊരു ഫുഡാണ് ഈ കുഞ്ഞുങ്ങൾക്ക്. കാരണം ഈ ഇൻഫ്ലോസോറിയ വളരെ വളരെ ചെറുതാണ്. ഈ മൈന്യൂട്ടായിട്ടുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് ഇൻഫ്ലോസോറിയ വളരെ എളുപ്പത്തിൽ കഴിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളിവിടെ കൊടുക്കുന്ന ഒരു ഫുഡാണ് മുട്ടയുടെ മഞ്ഞ. വെള്ളത്തിൽ കലക്കി അലിച്ച് വളരെ ചെറിയ അളവിൽ മാത്രമേ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ കൊടുക്കുന്നത് മൈക്രോവാംസ് ആണ്. മൈക്രോവാംസ് ഈ ഇൻഫ്ലോസോറിയ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. 2 ആഴ്ച വരെ ഞാൻ ഈ ഫീഡ് തന്നെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഞാൻ ഈ ഫീഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റും. അപ്പോൾ ഇതാണ് ഗൈസ് അത്ഭുതകരമായ പ്രോസസ്സ്. മുട്ടയിൽ നിന്ന് ഫ്രീ സ്വിമ്മിങ്ങിലോട്ടുള്ള സീബ്ര ഫിഷിൻ്റെ അത്ഭുതകരമായിട്ടുള്ള മാറ്റം.